ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആരാമകൽപവൃക്ഷാണാം വിരാമ സകലാപദാം അഭിരാമസ്ത്രിലോകാനാം രാമ ശ്രീമാൻ സന പ്രഭു. നമസ്കാരം. രാമഗീത തുടരുകയാണ്. രാമഗീതയിലെ 31-ാം ശ്ലോകം. ദേഹേന്ദ്രിയ പ്രാണമനശ്ചിതാത്മനാം സംഘാതജശ്രം പരിവർത്തതേ ധിയ വൃത്തിസ്തമോ മൂലതയാജ്ഞലക്ഷണ യാവൽ ഭവേത്താവദസൗ ഭവോദ്ഭവ. ബുദ്ധിയുടെ തമോ ഗുണാത്മികയായ അജ്ഞാനവൃത്തി കൊണ്ട് ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ജീവൻ ഇവയെല്ലാം അനുനിമിഷം പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാമുഖങ്ങളായ കർമ്മങ്ങളിലും അനുഭവങ്ങളിലും മാറി മാറി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്തുതകരണങ്ങളും അവയിലൊക്കെ അഭിമാനിക്കുന്ന ജീവനും ബുദ്ധിയുടെ തമോവൃത്തി അവസാനിക്കാത്തിടത്തോളം കാലം ഈ സംസാരത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. വീണ്ടും വീണ്ടും സംസാരധർമ്മങ്ങളെ തന്നെ ഒരു സത്യമാണ് എന്നുള്ള ആ വിചാരത്തോടെ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു. എപ്പോഴാണോ തമോവൃത്തി അവസാനിച്ച് സത്വവൃത്തി ആരംഭിക്കുന്നത്, അപ്പോൾ ജീവൻ ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിച്ച് അധ്യാത്മധർമ്മത്തിൽ മുഴുകി ക്രമേണ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. നേതി പ്രമാണേന നിരാകൃതാഖിലോ ഹൃദാ സമാസ്വാദിത ചിൽഖനാമൃത ത്യജേദശേഷം ജഗതാത് തദസ്രം പീത്വാ യഥാംഭ പ്രജഹാതി തൽഫലം. പൃഥ്വി തുടങ്ങിയിട്ടുള്ള ആ പഞ്ചഭൂതങ്ങൾ, മറ്റ് തത്വങ്ങൾ ഇവയെല്ലാം നേതി നേതി, ഇതല്ല ഇതല്ല എന്ന ശ്രുതിപ്രമാണം കൊണ്ട് വിശകലനം ചെയ്ത് തള്ളിക്കളയുകയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ചിദാനന്ദരസത്തെ അനുഭവിച്ച് കൃതകൃത്യനാവണം. നാളികേരം, അതിൻ്റെ ഉള്ളിലെ അതിമധുരമായ ആ വെള്ളം, അത് പാനം ചെയ്യാൻ വേണ്ടിയിട്ട് നാളികേരം അല്ലെങ്കിൽ ഇളനീർ, കരിക്ക്, ആ സ്വാദിഷ്ടമായ ഇളനീര് പാനം ചെയ്യാൻ വേണ്ടി അതിനെ എടുത്ത് അത് പാനം ചെയ്യുകയും ആ ജലം ശേഖരിച്ച്, ആ ഇളനീര് ശേഖരിച്ച് പാനം ചെയ്യുകയും അതിൻ്റെ പുറംതൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ ആനന്ദാമൃത രസാത്മകമായ ആത്മരസത്തെ പാനം ചെയ്തുകൊണ്ട് മറ്റെല്ലാറ്റിനെയും തള്ളിക്കളയണം. ആ സച്ചിദാനന്ദ അമൃതപാനം കൊണ്ട് കൃതകൃത്യനായി തീരുന്ന ജീവൻ പിന്നെ മറ്റൊന്നിനെയും സ്മരണ ചെയ്യാൻ പോലും ഇടവരാതെ കൈവല്യത്തെ പ്രാപിക്കും. കദാചിദാത്മാനമൃതോ ന ജായതേ ന ക്ഷീയതേ നാപി വിവർദ്ധതേ നവ നിരസ്ത സർവാതിശയ സുഖാത്മക സ്വയം പ്രഭ സർവഗതോയമദ്വയ. കദാചിദാത്മാ ന മൃതോ ന ജായതേ.
ആത്മാവൊരിക്കലും ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ആത്മാവിന് ക്ഷയവൃദ്ധികളില്ല. ഒരു വിശേഷണം കൊണ്ടും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ സർവലക്ഷണ വിനിർമുക്തമായി, ആനന്ദഘനമായി, സ്വയം ജ്യോതിസായി, എല്ലായിടവും നിറഞ്ഞ് മറ്റൊന്നിൻ്റെ പ്രതീതിക്കു പോലും അവകാശമില്ലാതെ അദ്വയമായി വിളങ്ങുന്നതാണ് ആത്മാവ്. എല്ലാ പ്രതീതികളും എല്ലാ ലക്ഷണങ്ങളും നീങ്ങിക്കഴിഞ്ഞാൽ ആത്മസ്വരൂപം പ്രകാശിക്കുന്നു എന്നല്ലാതെ ഒരു ലക്ഷണം കൊണ്ടും പ്രതീതി കൊണ്ടും അറിയാവുന്നതല്ല ആത്മസ്വരൂപം. ഏവം വിധേ ജ്ഞാനമയേ സുഖാത്മകേ കഥം ഭവോ ദുഃഖമയ പ്രതീയതേ അജ്ഞാനതോ അധ്യാസവശാൽ പ്രകാശതേ ജ്ഞാനേ വിലീയേത വിരോധത ക്ഷണാൽ. ആനന്ദാത്മകമായ വിജ്ഞാന ഘനമായ ആത്മാവിൽ ദുഃഖമയമായിട്ടുള്ള സംസാരത്തിൻ്റെ പ്രതീതി എങ്ങനെയാണ് ഉണ്ടാവുക? അതുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ദൃഷ്ടാന്തങ്ങൾ പാമ്പിനെ കയറായും സ്വർണത്തെ ആഭരണമായും മണ്ണിനെ പാത്രങ്ങളായും കാണുന്നത് പോലെ അജ്ഞാനം കൊണ്ട്, അജ്ഞാനത്താൽ അധ്യാസം ഹേതുവായിട്ടാണ് കാണപ്പെടുന്നത്. ജ്ഞാനമുണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ അജ്ഞാനസ്വരൂപമായ സംസാരപ്രതീതി നിശേഷം നശിക്കും. ഇരുട്ടും വെളിച്ചവും എന്ന പോലെ അജ്ഞാനവും ജ്ഞാനവും അന്യോന്യ വിരുദ്ധങ്ങളാണ്. ജ്ഞാനപ്രകാശത്തിൻ്റെ മുന്നിൽ അജ്ഞാനത്തിന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനമുണ്ടാവുന്ന ആ സമയം, ആ നിമിഷം തന്നെ അജ്ഞാനസ്വരൂപമായ സംസാരപ്രതീതി നശിക്കുക തന്നെ ചെയ്യും. അഥവാ സംസാരപ്രതീതി നീങ്ങിയിട്ടില്ല എങ്കിൽ അത് ജ്ഞാനം പ്രകാശിക്കാത്തത് കൊണ്ടാണ്. യദന്യതന്യത്ര വിഭാവ്യതേ ഭ്രമാദധ്യാസമിത്യാഹുരമും വിപശ്ചിത അസർപ്പഭൂതേഹി വിഭാവനം യഥാ രജ്വാദികേ തദ്വദപീശരേ ജഗൽ. ഒരു വസ്തുവിൽ ഭ്രമം കൊണ്ട്, ഭ്രാന്തി കൊണ്ട് മറ്റൊന്നിൻ്റെ പ്രതീതി ഉണ്ടാകുന്ന ആ ഒരു സമ്പ്രദായം, അതിനെയാണ് അധ്യാസം എന്ന് പറയുക. വാസ്തവത്തിൽ സർപ്പമല്ലാത്ത കയറ് പോലെയുള്ള ഒരു വസ്തുവിൽ സർപ്പത്തിൻ്റെ പ്രതീതി ഉണ്ടാവുകയാണ്. അതാണ് അധ്യാസം. ആ ഉണ്ടാവുന്ന ഭ്രമം കൊണ്ട് മൂലവസ്തുവിനെ മറക്കുന്നു, ചിത്തത്തിൻ്റെ വിക്ഷേപത്തെ ബോധിക്കുന്നു. അവിടെ അതുകൊണ്ടാണ് അധ്യാസം. മണ്ണിനെ മൺകലമായി, മൺകുടമായി, മൺകൂജയായി, മൺചട്ടിയായി, മൺചിരാതായി, പല പാത്രങ്ങളായി കാണുന്നു. സ്വർണത്തെ ആഭരണങ്ങളായി, അത് മാലയാവാം, വളയാവാം, കാതിലണിയുന്ന കമ്മലുകളാവാം, കുണ്ടലങ്ങളാവാം. നൂലിനെ വസ്ത്രങ്ങളായി, പല ആകൃതിയിലും പല നിറത്തിലുമുള്ള വസ്ത്രങ്ങളായി കരുതുന്നത് പോലെ ഇതെല്ലാം അധ്യാസം കൊണ്ടാണ്. ഇങ്ങനെയാണ് ഈശ്വരനിൽ അധ്യാസരൂപേണ കാണപ്പെടുന്നതാണ് ജഗത്ത്.
അല്ലാതെ ജഗത്ത് എന്നൊരു പ്രത്യേക വസ്തു ഉണ്ടായിട്ടേയില്ല. വികൽപ്പമായാരഹിതേ ചിദാത്മകേ അഹങ്കാര ഏഷ പ്രഥമ പ്രകൽപ്പിത അധ്യാസ ഏവാത്മനി സർവകാരണേ നിരാമയേ ബ്രഹ്മണി കേവലേ പരേ. വികൽപ്പമോ മായയോ സ്പർശിച്ചിട്ടില്ലാത്ത ചിദാനന്ദരസാത്മകമായ പരമകാരണവും നിരാമയവുമായ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഞാൻ എന്ന ഭാവം അഥവാ അഹങ്കാരം, അതാണ് ആദ്യമായി അധ്യാസരൂപേണ പ്രകാശിച്ചത്. അതിനുശേഷമാണ് മറ്റെല്ലാം ഉണ്ടായത്. ആ അഹങ്കാര അധ്യാസം ലയിക്കുന്നതോടുകൂടി സംസാര പ്രതീതി മുഴുവൻ നശിക്കുകയും ചെയ്യുന്നു. അഹങ്കാരത്തിലാണ് മറ്റെല്ലാം നിലനിൽക്കുന്നത് എന്നും അറിയുക. ഇച്ഛാദിരാഗാദി സുഖാദി ധർമ്മികാഃ സദാധിയ സംശ്രുതി ഹേതവപരേ യസ്മാത് പ്രസുപ്തൗ തദഭാവതഃ സുഖസ്വരൂപേണ വിഭാവ്യതേ ഹിന. ഇച്ഛ, അനിച്ഛ, രാഗം, ദ്വേഷം, സുഖം, ദുഃഖം എന്നിങ്ങനെയുള്ള ബുദ്ധിവൃത്തികൾ സാക്ഷിമാത്രനായിട്ടുള്ള ആത്മാവിൽ പ്രതിഫലിക്കുമ്പോൾ സംസാരം വളർന്നുകൊണ്ടേയിരിക്കും. അവ പ്രതിഫലിക്കാതായിത്തീരുമ്പോൾ സംസാരം അടങ്ങും. നമ്മളെല്ലാം നിത്യേന എന്നവണ്ണം അനുഭവിക്കുന്ന സുഷുപ്തി അവസ്ഥ, ആ സുഷുപ്തി അവസ്ഥയിൽ എല്ലാ ബുദ്ധിവൃത്തികളും ലയിക്കുന്നുണ്ട്. അപ്പോൾ സംസാരത്തിൻ്റെ പ്രതീതിയില്ല. ആത്മനിർവൃതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെ, ഇതുകൊണ്ട് തന്നെ ബുദ്ധിവൃത്തിയാണ് സംസാരം എന്നതിനെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അനാദ്യവിദ്യോദ്ഭവബുദ്ധിബിംബിതോ ജീവ പ്രകാശോയമീജ്യതേ ചിത ആത്മാധിയ സാക്ഷിയതാ പൃഥക് സ്ഥിതോ ബുദ്ധ്യാ പരിച്ഛിന്ന പര സ ഏവ ഹി. എപ്പോഴാണ് ഉണ്ടായത് എന്ന് ആർക്കും അറിയാൻ കഴിയാത്ത അനാദിയായ അവിദ്യാസംബന്ധം കൊണ്ട് ബുദ്ധിയിൽ പ്രതിബിംബിച്ച ചിച്ചൈതന്യത്തിന്റെ അംശമാണ് ജീവൻ. ബുദ്ധി ജീവന്റെ ഉപാധിയാണ് എന്ന കാരണം കൊണ്ട് ബുദ്ധിവൃത്തികളെ മുഴുവൻ തൻ്റെ ധർമ്മങ്ങളായി കരുതി അനുഭവിച്ചുകൊണ്ട് വിഷമിക്കുകയാണ്. എന്നാൽ ആത്മാവാകട്ടെ ബുദ്ധിയിൽ പരിച്ഛേദിക്കപ്പെടാതെ അപരിച്ഛിന്നനായി ബുദ്ധിവൃത്തികൾക്ക് സാക്ഷി മാത്രനായി എപ്പോഴും സച്ചിദാനന്ദ ഘനസ്വരൂപനായി തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിൽബിംബ സാക്ഷ്യാത്മധിയാം പ്രസംഗത സ്ത്വേകത്ര വാസാദനലാക്തലോഹവൽ അന്യോന്യമധ്യാസവശാൽ പ്രതീയതേ ജഡാജഡത്വം ച ചിദാത്മചേതസാ. ബുദ്ധിസാക്ഷിയായിട്ടുള്ള ആത്മാവ് ചിച്ചൈതന്യത്തിൻ്റെയും ജഡമായ ബുദ്ധിയുടെയും മധ്യത്തിലുള്ള ചിദാഭാസനാകുന്ന ജീവചൈതന്യം, ആത്മാവിൻ്റെയും ബുദ്ധിയുടെയും സാമീപ്യം കൊണ്ട് ഒരേ സമയം തന്നെ ജഡവും
ചേതനാത്മകവും ആയ ഭാവത്തെ പ്രാപിക്കുന്നു. അതേതുപോലെയാണ്, ഉദാഹരണം പറയുകയാണ്, അഗ്നിയിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കുറേ സമയം അഗ്നിയിൽ വെച്ചാൽ അഗ്നിയുടെ ചൂട് കൊണ്ട് അഗ്നിയുടെ ധർമ്മമാകുന്ന ഉഷ്ണം, പ്രകാശം, അഗ്നിയുടെ ചൂടും അതിൻ്റെ തേജസ്സും ഈ ഇരുമ്പിലേക്ക്, ഈ ലോഹത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ലോഹത്തിൻ്റെ ആകൃതി എന്താണോ ആ ആകൃതി അഗ്നിയിലേക്ക് മാറ്റപ്പെടുന്നു. അതായത് കുറച്ചു സമയത്തേക്കെങ്കിലും ആ ലോഹം, ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആയുധമാണ് എങ്കിൽ ആ ആയുധത്തിൻ്റെ ആകൃതിയിൽ അഗ്നി പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഇപ്രകാരം അഗ്നിധർമ്മമാകുന്ന ഉഷ്ണവും പ്രകാശവും ലോഹത്തിനും ലോഹത്തിൻ്റെ ആകൃതി അഗ്നിക്കും അന്യോന്യം കൂടിച്ചേരുന്നത് പോലെയാണ് ആത്മാവിൻ്റെ ചൈതന്യാദി വിഭൂതികൾ ബുദ്ധി തുടങ്ങിയിട്ടുള്ള ഉപാധികൾക്കും. ബുദ്ധി ആദിയായിട്ടുള്ള ഉപാധികളുടെ ധർമ്മങ്ങൾ, ജഡത്വാദി ധർമ്മങ്ങൾ ആത്മാവിനും താൽക്കാലികമായിട്ടെങ്കിലും വന്നു ചേരുന്നു. ഇപ്പൊ അഗ്നിയിലെ ഇരുമ്പ് കുറേ സമയം വച്ചാൽ അഗ്നിയോടുകൂടി ആ ഇരുമ്പ് ചേരുമ്പോൾ ആ ഇരുമ്പിൻ്റെ, ആ ലോഹത്തിൻ്റെ ആകൃതി ആയിത്തീരുന്നു അഗ്നിക്ക് എന്നതുപോലെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ബുദ്ധിയിലും ശരീരത്തിലെ ഓരോ ഉപാധിയിലേക്കും ഇറങ്ങുമ്പോൾ അതതിൻ്റെ സ്വരൂപമായി തീരുന്നു. ആത്മാവിൻ്റെ ചൈതന്യാദി ധർമ്മങ്ങളും ആ ഉപാധികളിൽ വ്യാപിക്കുന്നു. അപ്പൊ എല്ലാ ഉപാധികളെയും ആത്മശബ്ദം കൊണ്ട് വ്യവഹരിക്കുകയും ചെയ്യും. ഗുരോഃ സകാശാദപി വേദവാക്യത സഞ്ജാത വിദ്യാനുഭവോ നിരീക്ഷ്യതം സ്വാത്മാനമാത്മസ്ഥമുപാധിവർജിതം ത്യജേദശേഷം ജഡമാത്മഗോചരം. ഒരു ഗുരുമുഖത്തു നിന്ന്, മഹാത്മാവായിട്ടുള്ള ആചാര്യനിൽ നിന്നും വേദവാക്യങ്ങളിൽ കൂടിയും ഒക്കെ തത്വസ്വരൂപത്തെ വേണ്ടതുപോലെ അറിഞ്ഞ് ഹൃദയത്തിൽ നിരുപാധികമായി പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് അതുവരെ ആത്മപ്രതീതിയോടെ കണ്ടുവന്ന ശരീരം തുടങ്ങിയിട്ടുള്ള ജഡ ഉപാധികളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് മുക്തനാവണം. നിരന്തര അനുസന്ധാനം കൊണ്ട് അവനവൻ തന്നെയാണ്, താൻ തന്നെയാണ് ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നത് എങ്കിലും ഗുരുവും വേദവാക്യങ്ങളും ഒക്കെ തന്നെ നിമിത്ത കാരണമാണ്. അതുകൊണ്ട് തന്നെ ഗുരുസാമീപ്യം കൂടാതെ വേദാന്ത ശ്രവണം, വേദവാക്യങ്ങളെ മനനം ചെയ്യൽ, അതൊന്നും ഒഴിവാക്കാൻ പാടുള്ളതല്ല. എന്നിങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നൽകുന്നതായ ഉപദേശമായ രാമഗീതയിലെ 40-ാം ശ്ലോകം വരെയാണ് ഇവിടെ നാം പറഞ്ഞു വയ്ക്കുന്നത്. രാമഗീത തുടരുകയാണ്. നമസ്കാരം. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ.